ഹലോ, പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു പാരലോഗ്രാം ഉണ്ടായിരുന്നു. അതിന് 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡ്സിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിയും ഡിയും ബി ഡി എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും അറിയാം x-x1 by x2 minus x1, y minus y1 by y2 minus y1, z minus z1 by z2 minus z1. അതാണ് എന്തൊരു കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കും ബി സി എടുക്കുമ്പോഴത്തേക്കും എന്താ ബി ആണ് ആദ്യം ഇരിക്കുന്നത് അല്ലേ. ബി ആണ് ആദ്യം ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? അതായത് എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആരുടെ പോയിന്റാണ്? ബിയുടെ പോയിന്റാണ്. വൈ മൈനസ് വൈ ടു എന്ന് പറയുന്നത് വൈ ടു ആരുടെ പോയിന്റാണ്? എന്താണ്? ബി ടുവിൻ്റെ പോയിന്റാണ്. മൈനസ് ടു എന്ന് പറഞ്ഞാൽ ബിയുടെ വൈ ടു ആണ്. ഇസഡ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ 5 ആരുടെ പോയിന്റാണ്? ബിയുടെ. അപ്പം 1 -2 5 അതാണ് എന്ത്? ബിയുടെ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതെന്താ, ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ബി എടുക്കുന്നു. എ ബിയുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ ലാംഡ 1 ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി ബി സിയുടെ അതുപോലെ ലാംഡ 2 ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഇക്വേറ്റ് ചെയ്തിട്ട് ആ ഒരു എ ബിയുടെ ജനറൽ പോയിന്റ്സ് ഏതൊക്കെയാ? എക്സ് ഈക്വൽ ടു ലാംഡ 1 - 1, വൈ ഈക്വൽ ടു -2 ലാംഡ 1 പ്ലസ് -2 ഇൻറ്റു ലാംഡ 1 + 2, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലാംഡ 1 + 1 എന്ന് പറയും. പോയിന്റ് ബി ഏതിലൊക്കെ ഉണ്ട്? എ ബിയിലും ഉണ്ട്, ബി സിയിലും ഉണ്ട്. എ ബിയിലും ബി സിയുടെയും ജനറൽ പോയിന്റ്സ് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? ബി ആയിരിക്കും അല്ലേ. ആ രണ്ട് ലൈനിലും കോമൺ ആയിട്ടുള്ളത് ബി ആണല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ജനറൽ പോയിന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റും. അതിലിപ്പം എ ബി എന്ന് പറയുന്നതിൻ്റെ ജനറൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ 1 ഇക്വേറ്റ് ചെയ്യുക. ബി സിയുടെയും അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഓക്കെ, അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇത് ഇക്വേറ്റ് ചെയ്യുമല്ലോ. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം എ ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓഫ് ലൈനിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ബി സി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനിൽ എക്സും വൈയും ഇസഡും കിട്ടും. ആയിട്ട് എക്സും വൈയും ഇക്വേറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ എക്സും വൈയും. ആദ്യത്തെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ 1 - 1 ഈക്വൽ ടു 3 ലാംഡ 2 + 1 എന്ന് കിട്ടും. മറ്റേത് -2 ലാംഡ 1 + 2 ഈക്വൽ ടു -5 ലാംഡ 2 - 2 എന്ന് കിട്ടും. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ 1 ലാംഡ 2 കിട്ടും. ലാംഡ 1 ലാംഡ 2 കിട്ടിയ എന്താ ഗുണം? ഈ ലാംഡ 2 മാത്രം കിട്ടിയാൽ മതി. കാരണം ഏത് കൊടുത്താലും എന്താ ബി എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആയിരിക്കുമല്ലോ. അപ്പോൾ ലാംഡ 2 കൊടുക്കുമ്പോൾ എന്ത് കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 1 - 5. ഇത് വേണേൽ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ബി സി എന്ന് എടുക്കുമ്പോൾ x - x1 എന്നല്ലേ. ആ x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശരിക്കും ബിയുടെ പോയിന്റ് ആയിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ എക്സാമിന് 5 മാർക്കിനായതുകൊണ്ട് നിങ്ങൾ ജനറൽ പോയിന്റ് കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇനി ഡി കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവം? സി ഡിയും ഡി എയും ഉണ്ട് അല്ലേ. സി ഡിക്കും ഡി എക്കും എന്താ ഈ ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ലാംഡ 4 എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. കാരണം ഈച്ചിൻ്റെ പ്രപ്പോർഷണൽ വ്യത്യാസമായിരിക്കും, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പം സി ഡിക്കും ഡി എക്കും ജനറൽ പോയിന്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും ലൈക്ക് ആ കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ലാംഡ 3 കിട്ടും, ലാംഡ 4 കിട്ടും. ലാംഡ 3 അല്ല ലാംഡ 4 അതിലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിയും എയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ബി ഡി എന്നുള്ളത്, ബി ഡിയുടെ ഇക്വേഷൻ എന്താ? x - x1 by x2 - x1. x - x1 എന്ന് പറയുന്നത് ബിയുടെ പോയിന്റ് ഈക്വൽ ടു y - y1 എന്ന് പറഞ്ഞാൽ ഡിയുടെ പോയിന്റ്. z - z1 എന്ന് പറഞ്ഞാൽ എന്താ? അതും ബിയുടെ പോയിന്റ് തന്നെയാണ്. ഡിവൈഡ് ബൈ x2 - x1. അതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, കുറച്ച് കൺഫ്യൂസിങ്ങും ആവാം. സോ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കണം. ബൈ.